കുറേ ആയിടാ ശ്രമിക്കണ്. ഡാൻസ് ക്ലാസ് തുടങ്ങിയ പിന്നെ നമ്മുടെ ചിട്ടവട്ടങ്ങളൊക്കെ ഒരു വകയാണ് കേട്ടോ. എങ്കിലും ആ ഒരു ട്രാക്കിൽ വീണ് കിട്ടിയ കാര്യങ്ങളൊക്കെ സിമ്പിൾ ആവുമെന്നറിയാം. പക്ഷെ അതങ്ങോട്ട് വീഴണ്ടേ. ആഴ്ചയിൽ 3 ദിവസം നമ്മൾ ക്ലാസ്സിന്റെ പിന്നാലെ പോകും. കുറച്ച് ദൂരമുള്ള കാരണം കൊണ്ട് യാത്ര ഒരു പ്രതിസന്ധിയാണ്. എങ്കിലും ഫൈനലി ഞാൻ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഡാൻസ് ക്ലാസ്സിലത്തെ കുറേ വിശേഷങ്ങളും അന്ന് പോകുന്ന ദിവസം ഞാൻ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്നും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. ഫൈനലി ഞാൻ ഹാപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഡാൻസ് കണ്ടാൽ അറിയാലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. കാലത്ത് തന്നെ നേരത്തെ എണീറ്റ് ഇന്നെല്ലാം സെറ്റാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ തുടങ്ങുക. ഏകദേശം ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ചില ദിവസങ്ങളിൽ എണീറ്റ് എൻ്റെ തത്രപ്പാടമൊക്കെ തുടങ്ങും കേട്ടോ. ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യും കൂടി വേണ്ടേ, അപ്പോൾ നമുക്ക് ഡബിൾ സമയം എടുക്കണം. നിങ്ങളുടെ അടുത്തേക്ക് വ്ളോഗുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും നേരത്തിന് ശ്രീകുട്ടനെയും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചിട്ടവട്ടത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ കാലത്ത് തന്നെ നമുക്ക് ചായന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി മോർണിംഗ്. പാല് തിളച്ച് വരുമ്പോൾ പതുക്കെ നമുക്ക് മോർണിംഗിൻ്റെ ഒരു വൈബ് അങ്ങോട്ട് അനുഭവപ്പെടില്ലേ. ശ്രീകുട്ടൻ ചോറ് കൊണ്ടിട്ടാണ് പോവുക. സ്കൂളിലേക്ക് ചോറ് കൊടുത്തു വിടൽ വളരെ വിരളാണ്. സ്നാക്കും പിന്നെ എന്തെങ്കിലും കാലത്തെ നമ്മുടെ പലഹാരങ്ങൾ ഉണ്ടല്ലോ, അതാണ് സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത് കേട്ടോ. നേരെ ഓപ്പോസിറ്റാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ട് മിക്കതും ദോശ ഇഡലി ആവാറാണ് പതിവ്. കാലത്തെ ശ്രീകുട്ടനെ വിടുന്ന കാര്യങ്ങളൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യാത്തത് ഞാൻ ആ നേരത്ത് നല്ല ബിസി ആയിരിക്കും കേട്ടോ. 6:55 ആകുമ്പോൾ ശ്രീകുട്ടനെ സ്കൂളിലേക്ക് പോകണം. അപ്പോൾ അതിനേക്കാളും മുന്നേ ഫുഡ് സ്നാക്സ് അവൻ ഒരുക്കൽ അതുപോലെ ഒരു ഗഡുവിടായിരിക്കും. അമ്മമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, വീട്ടിൽ മക്കളെ ഒരുക്കി വിടുന്ന അച്ഛന്മാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നിയപ്പോൾ ഞാനൊരു ദോശ, ഒരു വെറൈറ്റി ആയിട്ടുള്ള മസാല ദോശ പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ വറ്റൽമുളക് പിന്നെ കുഞ്ഞുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒപ്പം എന്താ ഞാനൊരു മുട്ട ഒഴിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് വേറെ എന്തെങ്കിലും പച്ചക്കറികൾ വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഫ്ലേവേഴ്സ് ആയിട്ടുള്ള നമ്മുടെ മസാലയോ അല്ലെങ്കിൽ ജീരകത്തിൻ്റെയോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ കുക്കിംഗ് ഒരു ഐഡിയ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് കേട്ടോ. അതിൽ നമ്മൾ ആ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുത്തില്ലേ, അതിലേക്ക് നമുക്ക് ഒരു വലിയ സ്പൂൺ, ഒരു 2-3 സ്പൂണിൽ നമുക്ക് അരിപ്പൊടിയും അതോടൊപ്പം തന്നെ ഗോതമ്പും ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ദോശ കിട്ടാവുന്ന രീതിയിലാണ്. ഈ ദോശയ്ക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, കാരണം എല്ലാ മസാലകളും ഉപ്പും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ആർഭാടകരമായിക്കോട്ടെ, വീഡിയോ ഒക്കെ എടുക്കല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഫില്ലിങ്സ് തയ്യാറാക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി ശ്രീകുട്ടനെ കൊടുത്തു വിടാറാണ് പതിവ്, മുട്ട ഒഴിവാക്കിയിട്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്കൊന്ന് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് വേണ്ട ഫില്ലിങ്സിന് ആ സവോള നമ്മുടെ ചോപ്പർ കൂട്ടനിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി റിച്ചും അതുപോലെ തന്നെ കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ തട്ടിക്കൂട്ടി അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം എല്ലാ ചേച്ചിമാരും അല്ലെങ്കിൽ അനിയത്തിമാരും ചോദിക്കുന്നത്, ശ്രീ എന്താണ് സ്കൂളിലേക്ക് കൊടുത്തു വിടണത്, ഇവർക്ക് എന്നും ഓരോരോ വിഭവങ്ങൾ വേണമെന്ന് പറയാം. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഐഡിയ നിങ്ങൾക്ക് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തക്കാളി അതുപോലെ തന്നെ ബാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള സാധനങ്ങളോടൊപ്പം തന്നെ വേണ്ട വേപ്പിൻ്റെ ഇലയും കൂടി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. മസാല ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ, പിന്നെ അത്രയ്ക്ക് പാടില്ല എന്ന് മാത്രം. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ നമ്മൾ ഡയറ്റ് നോക്കുന്നവരൊക്കെ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. ഒരുപാട് എണ്ണശ്രീ ഉപയോഗിക്കണമെന്ന് പറയുന്നത് ഞാൻ വളരെ കുറച്ച് എണ്ണ ഉപയോഗിക്കണുള്ളൂ, നിങ്ങൾക്കത് തോന്നുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ സവോളയൊക്കെ ഉപ്പിട്ട് വഴട്ടാൻ വെച്ചിട്ടുണ്ട്. അമ്മ ഇത് ഉണ്ടാവില്ല എന്നാട്ടാ പറഞ്ഞേ. ഇത് അതിൻ്റെ ഉള്ളിൽ ഒട്ടിപ്പിടിക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ 2 വെച്ചിട്ടുണ്ട്. 2 ഒരെണ്ണോ വലിച്ചോക്കാം. ശ്രീകുട്ടന്റെ റെസിപ്പി ശ്രീകുട്ട തന്നെ ഓവനിൽ വെച്ച് തണുപ്പിച്ച് ഉണ്ടാക്കിയെടുത്തതാട്ടാ. തണുപ്പിച്ചല്ല, മെൽറ്റ് ചെയ്ത്. നോക്കട്ടെ. ഇങ്ങനെ തിന്നല്ലേ ശ്രീകുട്ട, അമ്മ വായ വെള്ളം വരുന്നേ. ശ്രീകുട്ടനെ വിളിക്കണ അച്ഛൻ. വൈകിട്ട് ചെയ്തു വെച്ച പരിപാടിയാണ് ആള്. ഞാൻ സക്സസ് ആവില്ല എന്ന് വിചാരിച്ചത്, പക്ഷെ സക്സസ് ആയി കേട്ടോ. എനിക്ക് നല്ല സന്തോഷമായി. എപ്പോഴെങ്കിലും ശ്രീകുട്ടനെ കൊണ്ട് ഞാൻ നമ്മുടെ ചോക്ലേറ്റ് മിഠായി എങ്ങനെ ഉണ്ടാക്കണേന്ന് പറഞ്ഞ് കേൾപ്പിച്ചാലാട്ടോ. അവൻ്റെ സംസാരം കേൾക്കാൻ നല്ല രസമാണ്. അപ്പോൾ പിന്നെ വലുതാകുമ്പോൾ പിള്ളേർക്ക് ഇതൊക്കെ കാണാമല്ലോ. ഇതേ പറഞ്ഞിരിക്കില്ല, നമ്മുടെ കറി ആവശ്യത്തേക്ക് പോയി കണ്ട, നിങ്ങളിത് വല്ലതും കണ്ട. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് മുളക് പൊടിയും പിന്നെ നമ്മുടെ എന്താ പറയുക, മുളക് പൊടി മഞ്ഞപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ മുട്ട വേണമെങ്കിൽ ഒഴിവാക്കാം. ഇവിടെ ഇപ്പം ഞാൻ
ശ്രീകുട്ടനെ സ്കൂളിലേക്ക് ഇത് കൊടുത്തുവിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ മിക്കതും കൊഴുക്കട്ട, അട, മണിപ്പൂട്ട് ആ വക സംഭവങ്ങളും ഇഡ്ഡലിയും ദോശയാണ് കൊടുത്തുവിടുക. പിന്നെ ഞാൻ നമ്മുടെ ചപ്പാത്തിയുടെ ഉള്ളിൽ ചീസൊക്കെ വെച്ച് വെജിറ്റബിൾസ് ഒക്കെ വെച്ച് ഒരു റോള് പോലെ കൊടുത്തുവിടും. ബ്രെഡിൻ്റെ ഉള്ളിലും അങ്ങനെ കൊടുത്തുവിടും. അങ്ങനെയൊക്കെയാണ് പതിവ് കേട്ടോ. അപ്പോൾ അതേ കണ്ട നമ്മുടെ അടിപൊളി ദോശ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ദോശ പൊട്ടി പോവുകയും അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മസാലയുടെ ഒക്കെ കൂടിയിട്ടുള്ള നല്ലൊരു ദോശ റെഡി ആയിട്ട് കിട്ടും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫില്ലിങ്സ് വെച്ച് കൊടുത്താൽ അടിപൊളിയാട്ടോ. ഏത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് ഇടാം കേട്ടോ. ക്യാരറ്റാ, ബീട്രൂട്ടാ, അല്ലെങ്കിൽ നമ്മുടെ കാബേജാ, അതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും കൂട്ടാൻ ബാക്കി വന്നതുണ്ടെന്ന് വിചാരിക്കുക, അതായത് ഉപ്പേരി കൂട്ടാനുകൾ മെഴുക്ക് വരട്ടിയില്ലേ, അത് ഇതുപോലെ ദോശയുടെ ഉള്ളിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്ത് ഒരു മുട്ട ബുൾസൈയൊക്കെ അടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റായി. ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ വിഭവങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ കൺവിൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അമ്മ ഉണ്ടാക്കിയതെന്ന് പുതിയ വിഭവമാണ് എന്നുള്ളത്. നമുക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ നമ്മൾ ഇതിനെ ഇന്നലത്തെ വിഭവത്തിന് ഇന്നത്തെ വിഭവമാക്കി മാറ്റിയത് എന്നുള്ള കാര്യം. ഇതൊക്കെ തന്നെയല്ലോടോ ലൈഫ്. ഒന്നും വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഫൈനലി ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ദോശ തയ്യാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ സ്കൂളിലേക്ക് സാധാരണ സ്കൂളുകളിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഇത് ചലാകയാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കിട്ടാ. ചെറുപ്പക്കാരനെ അടിമുടി നോക്കിയാണ് ഇതുവിധം കൃഷ്ണക്കുറുപ്പ് സംസാരിച്ചത്. സംസാരത്തിന് പുച്ഛത്തിന്റെ ക്ലാവ് ചുവയുണ്ടോ? കോയോട്ടിക്കായ്ക്ക് പരിഭ്രമമേറി. ഒരു വിധം ആലോചിച്ചാൽ പരുന്തിന്റെ കൺവട്ടത്തിലാണല്ലോ കോഴിക്കുഞ്ഞകപ്പെട്ടിരിക്കുന്നത്. ശ്രീജന്ന് കാലത്ത് തന്നെ കുളിച്ചോന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ആക്ച്വലി അങ്ങനെയല്ലട ഉണ്ടായത്. ശ്രീകുട്ടനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് ബാത്റൂമിലേക്ക്. അവൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുളിപ്പിച്ചു കൊടുക്കുന്ന ഒരു ശീലമുണ്ട് കേട്ടോ. ഞാൻ അതിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീണു വഴുക്കി. ക്യാമറ ഉണ്ടെങ്കിൽ നല്ലൊരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റിയേനെ. പിന്നെ ഞാൻ ഒരു കുറിയൊക്കെ തൊട്ട് ഒന്ന് ഫ്രഷായി വന്നിട്ടുണ്ട്. ശ്രീകുട്ടൻ പോകുന്നതൊന്നും ഞാൻ പിടിച്ചിട്ടില്ലടാ. അത് നമുക്കൊരു വ്ളോഗായിട്ട് ശ്രീകുട്ടൻ്റെ സ്കൂൾ യാത്രയോ അല്ലെങ്കിൽ ശ്രീകുട്ടൻ്റെ സ്റ്റഡി ഏരിയയോ ഒക്കെ ശരിയാക്കാനുണ്ട്. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് അവൻ്റെ റുട്ടീനുമായിട്ട് ഞാൻ ഇണങ്ങി ചേർന്നത് എന്നുള്ള വീഡിയോ നമുക്ക് പിന്നെ ഒരു ദിവസം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ചൊന്ന് റിലാക്സ് ആവട്ടെ. ശ്രീകുട്ടൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പുകയല്ല. ശ്രീകുട്ടനെ നമുക്കൊരു 2-3 കിലോമീറ്റർ കൊണ്ടുവിടണം. പിന്നെ അവിടെ നിന്നാണ് സ്കൂൾ വണ്ടിയുള്ളൂ. അത് കാരണം കൊണ്ട് ശ്രീകുട്ടനെ കൊണ്ടുവന്നിട്ട് ഭാഗ്യം വന്നിട്ടുണ്ട്. ഭാഗ്യം നമ്മുടെ കടയിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള പടവലങ്ങി ഉണ്ടല്ലോ, അതൊക്കെ ചാക്കിലാക്കാണ് കേട്ടോ. ആ പടവലങ്ങി ചാക്കിലാക്കുന്നത് കാണാനേ ഒരു ഭംഗിയാണ്. അങ്ങനെ എന്താ പറയുക, ഒന്നും പൊട്ടാത്ത രീതിയിൽ അല്ലെങ്കിൽ ഡാമേജ് ആവാത്ത രീതിയിൽ ഇങ്ങനെ നീളനെ 2 തട്ടുകൾ 3 തട്ടുകളായിട്ടാണ് വെക്കുക. അപ്പോൾ അതൊക്കെ ഒരുക്കുന്ന തിരക്കിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്കുള്ള പടവലങ്ങ നമ്മുടെ തോട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസം മുന്നേ മരുന്നടിച്ച് കുറച്ച് പടവലങ്ങ വാടി നിൽക്കുന്നത് കണ്ടില്ലേ, അതിനെ കുമ്മായൊക്കെ ഇട്ട് ബാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതുമെന്നാണ് ഈ പടവലങ്ങ പൊട്ടിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് നീങ്ങിയിട്ട് താഴത്ത് നമുക്ക് ചെറിയൊരു പറമ്പുണ്ട്, അതിലും പടവലങ്ങ തന്നെയാണ് ഇപ്രാവശ്യം കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കൃഷിയുടെ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഭാഗ്യം ഇതിൽ നിറയ്ക്കട്ടെ. നമുക്ക് എപ്പോഴേക്കും പടവലങ്ങ തോട്ടത്തിൽ നിന്ന് ഒരു പടവലങ്ങ നമ്മൾക്ക് കൂട്ടാൻ വെക്കാൻ പൊട്ടിച്ചിട്ട് വരാം. വല്ലൂരിൻ്റെ മലകളുടെ അടിത്തട്ടിലാണ് കേട്ടോ നമ്മുടെ പടവലങ്ങാത്തോട്ടം ഇങ്ങനെ വിരാജിച്ച് നിൽക്കുന്നത്. എന്ത് ഭംഗിയാണെന്നറിയോ ഇത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതൊന്നും ആസ്വദിക്കാനായിട്ട് തിരക്കുകളുടെ ഇടയിൽ എനിക്ക് പറ്റണില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്. ഇപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ പോകുന്ന കാരണം കൊണ്ട് തന്നെ 3 ദിവസം ആ ഒരു വഴിക്ക് അങ്ങോട്ട് പോകുന്നേ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാനല്ല മരുന്നടിച്ചത്, രഘുവേട്ടനാണെന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് പാടെ നശിച്ചു പോയില്ല എന്നുള്ള ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു. അതാണ് പത്മനാഭേട്ടൻ. രഘുവേട്ടനും സതേട്ടനും ഒക്കെ ഇപ്പോൾ വേറെ വീടുകളിൽ പണിക്ക് പോവാണ്. അതായത് അവർക്ക് വേറെ പണികളുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ച് പണിക്കാരേ ഉള്ളൂ. അപ്പോൾ എല്ലാ വീട്ടിലും കൂടി എത്തണ്ടേ. അപ്പോൾ അവർ 2-3 ദിവസമായിട്ട് ഈ പ്രദേശത്തേക്കൊന്നും കാണാനേ ഇല്ല. അവരെ ഞാൻ കണ്ടിട്ടേ കുറേ ദിവസങ്ങളായി. അപ്പോൾ വേറെ പണിക്കാർ നമുക്ക് പറ്റൂലല്ലോ, അല്ലാണ്ട് നമുക്ക് കൃഷിയല്ലേ, സമയത്ത് പൊട്ടിക്കുകയും കാര്യങ്ങളും ഒക്കെ വേണം. അപ്പോൾ ഭാഗ്യം പത്മനാഭേട്ടൻ രഘുവേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനെ ഹയർ ചെയ്തു ജോലിക്ക്. നല്ലൊരു ചേട്ടൻ, പാവം ചേട്ടൻ കേട്ടോ. അങ്ങനെ നമുക്ക് നമ്മുടെ പടവലങ്ങ അരിഞ്ഞ് കുനുകുന അരിഞ്ഞ് നമുക്ക് പരിപ്പും പടവലങ്ങയും വെക്കാം. പണ്ട് നമ്മുടെ തലൂർ വീട്ടിലായിരുന്നപ്പോൾ ഏറ്റവും അധികം വെച്ചിരുന്ന ഒരു കറിയും അതുപോലെ നമ്മുടെ വീട് പണിയുടെ സമയത്ത് നമ്മൾ ഏറ്റവും അധികം വെച്ചിരുന്ന ഒരു കറിയാണ് കേട്ടോ. കാരണം ആ സമയത്തൊക്കെ നമ്മുടെ ഇവിടെ പണിക്കാർ ചേട്ടന്മാരുണ്ടായിരുന്നു. ചേട്ടന്മാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറിയുമാണ്. അങ്ങനെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുള്ള നല്ല കോടാലിമുളകും തക്കാളി ഞാൻ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് വെജിറ്റബിൾ കറി ആയ കാരണം കൊണ്ട്, വെജിറ്റേറിയൻ ആയ കാരണം കൊണ്ട് പിന്നെ എന്തെങ്കിലും വേറെ ലൊട്ടിലൊടുക്ക് സംഭവങ്ങൾ കൂടെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നാളികേരം നമ്മുടെ ആ സംഭവം മേടിച്ചതുണ്ടല്ലോ, അത് അടിപൊളിയാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഇങ്ങനെ നിന്ന് ചിരകുന്ന കാരണം കൊണ്ട് ഷോൾഡർ പെയിൻ വരുന്നുണ്ട്. പണ്ട് നമ്മുടെ തലൂര് വീട്ടിലായിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നതാണ് ഈ സാധനം മേടിക്കില്ലേ നമ്മുടെ വീട്ടിൽ നിന്ന്. പിന്നെ ചേച്ചിമാർ സജസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് മേടിച്ചു എന്നുള്ളപ്പോൾ പണിയായി. എന്താ ഈ ഭാഗ്യം, നാളികേരം ചിരകേരം വരുന്നില്ല. എന്നാലും കൈയും കാലൊക്കെ പിടിച്ച് ഞാൻ സെറ്റാക്കി വെക്കും ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പടവലങ്ങയും തക്കാളിയും നമ്മുടെ കോടാലി മുളക് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് ഓൾറെഡി വേവിച്ചതാണല്ലോ, അപ്പോൾ ഇതൊന്ന് വെന്ത് തരട്ടെ കേട്ടോ. എല്ലാത്തിലേക്കുള്ള അരപ്പ് ഒരേ രീതിയിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കാറുള്ളത്. അതിൽ കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുഞ്ഞ് ഉള്ളി, നാളികേരം, ജീരകം, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ അരപ്പാക്കാറുള്ളത് കേട്ടോ. പിന്നെ എല്ലാവരും പറയാറുണ്ട് ശ്രീ ഇതിലൊന്നും നമ്മൾ ജീരകം ഇടില്ല, പിന്നെ എന്താ പറയുക വെളുത്തുള്ളി ഇടില്ല എന്നൊക്കെ പറയാറുണ്ട്. എല്ലാ വീടുകളിലും വേറെ വേറെ രീതിയിലാണ് വെക്കുന്നത്. ഇവിടെ പിളയമ്മ വെക്കുന്ന രീതിയിലോ അമ്മ വെക്കുന്ന രീതിയിലോ ചേച്ചി വെക്കുന്ന രീതിയിലല്ലോ ഞാൻ കറികൾ വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ രീതികളുണ്ടല്ലോ. ഞാൻ പറയുന്നത് പോലെ തന്നെ ഒരു ഗഡ്സോടെ കൂടെ ചെയ്ത് അങ്ങോട്ട് നോക്കുക. ടേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. ഇവ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിൽ നമുക്ക് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊന്നും നമ്മൾ എന്താ പറയുക മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കേണ്ടതല്ല കുക്കിംഗ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഒരു ഫ്രീഡം വേണ്ടേ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ മേടിച്ച കടച്ചക്കയിലത്തെ ഒരെണ്ണം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉപ്പേരി വെച്ചല്ലോ എന്നല്ലേ, അത് അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അതിനെ വറുത്തരച്ച ഉപ്പേരിയാണ് വെക്കാൻ പോകുന്നത്. ഇതൊരു സ്പെഷ്യൽ ഉപ്പേരിയാണല്ലേ. ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെയ്ത് വെച്ചത്. തൊട്ടപ്പുറത്ത് നമ്മുടെ മൊബൈലിൽ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പതുക്കെ ഫേസ്ബുക്കിലേക്ക് പോകാനുള്ള വീഡിയോ ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഷോർട്സ് ഒക്കെ ഇടണ്ടേ വല്ലപ്പോഴും. ഇതെല്ലാം കൂടി ഇപ്പോൾ ആകെ കൂടി ഒരു അവിയൽ പരിവാണ് കേട്ടോ തലേറെ ഉള്ളിൽ. അങ്ങനെ നമ്മുടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്ന കഷ്ണങ്ങളിലേക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പിഴുപുളി കാണിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ മറന്നു. അത് നമ്മളിത് ആ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇത്തിരി കടുക് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പ് കറി റെഡി ആയിട്ടോ. ഇത് ഒരുപാട് ദിവസമൊന്നും ഇരിക്കില്ല. നമുക്ക് ഇന്ന് വെച്ചാൽ നാളെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ കറികളൊന്നും ഇന്നേക്കും നാളേക്കൊന്നുമില്ല, ഇന്ന് തന്നെ കഴിയും. അത് ഉച്ചയാകുമ്പോഴേ കഴിയും. വൈകുന്നേരത്തേക്ക് നമുക്ക് ഡിന്നറിന് വേറെ എന്തെങ്കിലും കണ്ടെത്തണം. മിക്കതും ഡിന്നറിൻ്റെ സമയത്ത് എന്തെങ്കിലും ലൊട്ടിലൊടുക്കായിരിക്കും. നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് പ്രോട്ടീൻ പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഓട്സിലൊക്കെ ഇട്ടിട്ട് കഴിക്കും. ശ്രീകുട്ടൻ ചോറുണ്ണു കേട്ടോ. ശ്രീകുട്ടന് പിന്നെ ഈ ചാറുകറികളൊന്നും വേണമെന്നില്ല. ഒരു കഷ്ണം ചിക്കൻ വറുത്തതോ ഒരു മുട്ട പൊരിച്ചതോ ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കടുമാങ്ങച്ചാറുണ്ടല്ലോ അതുണ്ടെങ്കിൽ വയറ് നിറച്ച് ചോറുണ്ടോളും. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ കൊടുത്തുവിടുന്ന സ്നാക്സും കാര്യങ്ങളൊക്കെ കുറച്ച് ഹെൽത്തി ആക്കണം എന്ന് മാത്രം. അങ്ങനെ നമ്മൾ നമ്മുടെ അരപ്പിന് വേണ്ടിയിട്ട് കടച്ചക്ക നമ്മളവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള അരപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വെളുത്തുള്ളി, ഉള്ളിയും ജീരകവും, ഇതുപോലെ തന്നെ നേരത്തെ അരപ്പുണ്ടല്ലോ അത് നമ്മൾ വീണ്ടും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരച്ചൊന്നും എടുത്തിട്ടില്ല, ചതച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ എല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയുക ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരും. അതോടൊപ്പം നമ്മൾ അതിൽ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്, ജീരകം എന്നീ സാധനങ്ങളും നാളികേരം ഒക്കെ കൂടി നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിനുള്ളിൽ നമ്മൾ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു ചിക്കൻ്റെ ഫ്ലേവറാണ് വരിക കേട്ടോ. നല്ല ടേസ്റ്റാണ് ആ കറി കഴിക്കാൻ വേണ്ടിയിട്ട്. ഭാഗ്യന് ഭയങ്കര ഇഷ്ടമായി. മോനെ ഇത് ഇങ്ങനെ വെച്ചാൽ മതി കടച്ചക്ക എന്നുള്ള അഭിപ്രായത്തിലേക്ക് ഭാഗ്യന് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളത് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ കാണുന്ന രീതിയിൽ പൊടിച്ചെടുക്കാം. എന്നിട്ട് അത് ഒന്ന് കടുക് പൊട്ടിച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് അതൊന്ന് വഴറ്റി നമ്മുടെ ആ മസാല ഒന്ന് ജസ്റ്റ് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കടച്ചക്ക ഉണ്ടല്ലോ അത് ഇതിലിട്ട് കൊടുത്ത് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കടച്ചക്ക ഉപ്പേരി റെഡിയായി. ഇതൊക്കെ മുമ്പ് പരീക്ഷിച്ച് ഞാൻ നോക്കും. എന്നിട്ട് സക്സസ് ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇതായിട്ട് എഴുന്നള്ളും. അതാണ് പതിവ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ എൻ്റെ ശ്രീ വായിൽ വെക്കാൻ പറ്റണില്ലടോ എന്ന് പറയാൻ പാടില്ലല്ലോ. ഉണ്ടാക്കി നോക്കിയിട്ട് ചേച്ചിയെ ഇത് കൊള്ളാട്ടാ, അല്ലെങ്കിൽ ശ്രീ ഇത് കൊള്ളാട്ടാ, അത് നമ്മൾ കമൻറ്റ് ബോക്സിൽ അങ്ങോട്ട് കാണുമ്പോൾ ഒരു നിർവൃതി ഉണ്ടല്ലോടാ, അത് വേറെ നിർവൃതിയാണ്. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉപ്പേരി. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക കുശൂന് എന്തെങ്കിലും വേണം. അപ്പോഴാണ് നമ്മൾ മുട്ട പൊരിച്ചത്, നാളികേരം ചമ്മന്തിക്കൊക്കെ പോകുന്നത്. ഇന്ന് പക്ഷേ കൊഴുവയാണ്. ഇത് നന്നാക്കാൻ ഇത്തിരി പാടൊക്കെയാണ്, എന്നാലും കിടക്കട്ടേന്നേ, വല്ലപ്പോഴൊക്കെ അല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. കണ്ട ഡബിളാ കുമ്പിടി. അങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ച കൊഴുവ നെത്തോലി എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ഇവിടെ കൊഴുവയാണ്. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് അരിപ്പൊടി. ഇത് ഞാൻ എപ്പോൾ കൊഴുവ വറുത്താലും ഈ സാധനം പൊടിഞ്ഞു. അപ്പോൾ ചേച്ചിമാരെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞു തന്നതാ, നിങ്ങൾ ആരോടും പറയണ്ട കേട്ടാ.
ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്പി കൂട്ടി വെച്ച് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ വറുത്തെടുക്കാം കേട്ടോ. അടിപൊളി കൊഴുവ എന്ത് രസമാണെന്നറിയോ കഴിക്കാൻ വേണ്ടിയിട്ട്. കഞ്ഞീരൊക്കെ പോയി നല്ല ചൂട് കഞ്ഞിയും പയറില്ലേ നമ്മുടെ വൻപയർ, അതും പിന്നെ ഈ കൊഴുവ ഒരു പ്ലേറ്റിലും. എൻ്റെ ദൈവമേ സൂപ്പറാടാ. കഞ്ഞിക്കൊക്കെ വൈകുന്നേരം ഞാൻ കഞ്ഞി കുടിക്കുമ്പോൾ ഈ കൊഴുവ കൂട്ടിയിട്ടാണ് കഞ്ഞി കുടിച്ചാന്ന്. പക്ഷെ അവളൊക്കെ ഫുള്ളാക്കാനൊന്നും പറ്റിയില്ല എനിക്ക്. ഞാനപ്പോഴേക്കും ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് ഒരു സൈഡ് തളർന്നു ചാവാറായിട്ടാണ് പറഞ്ഞത്. എന്തായാലും നിങ്ങൾക്ക് വിളമ്പി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത്രയും പാടുപെട്ട് ഞാൻ എല്ലാം ഉണ്ടാക്കിയതല്ലേ. നല്ല കടുമാങ്ങ അച്ചാറ് ഇതായിരിക്കുന്നു. അപ്പുറത്തൊരു സൈഡിൽ നമ്മുടെ കടച്ചക്ക വറുത്തരച്ച് വെച്ചത്, പിന്നെ നമ്മുടെ പരിപ്പും പടവലങ്ങയും കറി, ഒപ്പം നമ്മുടെ കൊഴുവ വറുത്തതും. എന്താല്ലേ കാണുമ്പോൾ തന്നെ കൊതിയാവുണ്ടല്ലേ എനിക്കും. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ കിച്ചൺ ഒതുക്കുക എൻ്റെ ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് എൻ്റെ കിച്ചൺ അങ്ങനെ പളപളന്ന് തിളങ്ങണം, നാനോവൈറ്റൊക്കെ അങ്ങനെ വെട്ടിപ്രകാശിക്കണം. അതാണ് എൻ്റെ അൾട്ടിമേറ്റ് ആയിട്ട് ഞാൻ ഹാപ്പി ആവുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലായിടത്തെയും പോലെ തന്നെ നമ്മുടെ ഇവിടെയും ഈച്ചയുണ്ട്. കാരണം നമുക്ക് ഒരുപാട് ചക്ക മാങ്ങ, വീടിൻ്റെ മുറ്റത്ത് മാങ്ങ, പറമ്പിൽ മാങ്ങ, അടുക്കളയിൽ മാങ്ങ, നാട്ടിലും വീട്ടിലും കാട്ടിലും മേട്ടിലും ഒക്കെ മാങ്ങയും ചക്കയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നിറച്ച് ഈച്ച വരുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്നറിയോ, ഡെറ്റോളും അതുപോലെ തന്നെ കുറച്ച് കല്ലുപ്പുണ്ടല്ലോ അതും പിന്നെ ഏതെങ്കിലും ഡിഷ് വാഷറോ അല്ലെങ്കിൽ എന്തെങ്കിലും പതയുണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ആക്കിയിട്ട് ഞാനിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ഡെറ്റോളിൻ്റെ മണം കർപ്പൂരം ഉണ്ടല്ലോ, അല്ലെങ്കിൽ കർപ്പൂരം ഇട്ട് കൊടുക്കാം, പച്ചക്കർപ്പൂരം ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പുൽത്തൈലൊക്കെ ഇട്ട് കൊടുക്കാം. ഈ മണം ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഭയങ്കര ഒബ്സഷനാണെന്ന്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ മണമുള്ള സംഭവങ്ങളൊക്കെ, ഡെറ്റോളിൻ്റെ മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. എൻ്റെ പോലെ ഡെറ്റോളിൻ്റെ മണമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. വിക്സിൻ്റെ മണം എൻ്റെ പൊന്നു സാറേ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ഫീലാണ്. അപ്പോൾ അതിങ്ങനെ ചെയ്ത് ഏറ്റവും ലാസ്റ്റ് പളപള പളപള തിളങ്ങുന്ന നമ്മുടെ കിച്ചൺ കാണുമ്പോൾ ഇതുപോലൊരു നെടുവീർപ്പോടെ നമ്മളോട് തന്നെ പറയും, നീ ആള് സൂപ്പറാടാന്ന്. സ്റ്റോറി ടെല്ലിലെ കഥകളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ കുക്കു FM-ലേക്ക് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. കഥകൾ കേൾക്കാനായിട്ട് ഈ അടിച്ചു വാരി തുടയ്ക്കുന്ന സമയത്ത് ഇപ്പം തിരിച്ച കഥകളൊക്കെ കേൾക്കും. പണ്ട് ഞാൻ കഥകളൊക്കെ നിർത്തിയതെന്നായിരുന്നു കേൾക്കൽ, മൈൻഡ് ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന കാരണം കൊണ്ട്. ഇപ്പം ഈ പ്രാസനം കാണിക്കുന്നുണ്ടല്ലോ, ഈ ഓവർ ആക്ടിങ്, ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ റിജോയ്സ് ബേക്കറി എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി ഉണ്ട്, അവിടെ പോയപ്പോൾ 50 രൂപയ്ക്ക് മേടിച്ച പഞ്ഞിമിഠായി. കുറേ കാലമായിട്ട് പഞ്ഞിമിഠായി കഴിച്ചിട്ട്. പഞ്ഞിമിഠായി എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ ഇങ്ങനെ ഗ്ലാസിൻ്റെ ബൗളിൽ ഒരു സൈക്കിളിൽ ഒരു ചേട്ടൻ പിന്നാലേക്ക് ഇങ്ങനെ കിണികിണിന്ന് അടിച്ചു പോകും. ആ കിണികിണി കേൾക്കുമ്പോഴേ അന്ന് 1 രൂപയ്ക്കൊക്കെ ഈ കുമ്പിൾ കുത്തിയിട്ട് ന്യൂസ് പേപ്പറിൽ കുമ്പിൾ കിട്ടിയിട്ടാണ് ഈ സംഭവം കിട്ടുക. അന്ന് മദാമയുടെ കൂടെയാണെന്നോ പിന്നെ ഇതെന്തൊക്കെ വെറുതെ കരിമ്പാണെന്നോ കരിമ്പിൻ്റെ ചണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ചു തരില്ലായിരുന്നു. പക്ഷേ ഇപ്പം അത് പഞ്ചസാര ഇങ്ങനെ നൂല് പോലെ ആക്കി ഉണ്ടാക്കണമെന്നൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ സത്യം പറഞ്ഞാണെങ്കിൽ പഞ്ചസാര കഴിക്കുമ്പോൾ ഉള്ളൊരു മടി ഒരു ഭയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാനത് ആസ്വദിച്ച് കഴിച്ചു. നിങ്ങൾക്ക് കഴിക്കാൻ തോന്നിയില്ലേ ഞാനത് കഴിക്കുന്നത് കണ്ടപ്പോൾ? അപ്പോൾ നമുക്ക് ഈ പരിപാടികളൊക്കെ കഴിച്ചിട്ടേ ഉച്ചയായി ഏകദേശം ഓടി പോകണം ഡാൻസ് ക്ലാസ്സിലേക്ക്. അപ്പോൾ ഈ ഗ്യാസ് തുടയ്ക്കാം, അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ വൈറ്റ് ആയ കാരണം കൊണ്ട് അതിനെ വൈറ്റായിട്ട് ഇടുക, അതൊക്കെ ഭയങ്കര ഒരു തിരിച്ചു വരുമ്പോൾ തന്നെ നമുക്കൊരു പണിയില്ലല്ലോ എന്ന് അറിയുമ്പോൾ സന്തോഷമായിട്ടിരിക്കും. അപ്പോൾ ഞാൻ ഡാൻസ് ക്ലാസ്സിലേക്കാണ് പോകുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ട്രാക്കിലേക്ക് വീഴാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. തിങ്കൾ ബുധൻ അതുപോലെ തന്നെ വെള്ളി ദിവസങ്ങളിലാണ് നമുക്ക് ക്ലാസ് ഉള്ളത്. ആദ്യത്തെ 2 ദിവസത്തെ ക്ലാസ് തിങ്കളും ബുധനും ക്ലാസ് കുറച്ച് വൈകിട്ടാണ്, അത് കാരണം കുഴപ്പമില്ല. വെള്ളിയാഴ്ച ഞാൻ കാലത്ത് പോയാൽ വൈകുന്നേരം ആകുമ്പോഴേ വരുള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കൂടെയുള്ള ചേച്ചിമാരൊക്കെ കുറേ വൈകിട്ടാണ്, കുറേ ദൂരത്തു നിന്നാണ് വരുന്നത്, വൈകിട്ടല്ല ദൂരത്തു നിന്നാണ് വരുന്നത്. അത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ഞാൻ ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടല്ലാന്ന്. മാത്രമല്ല ഇനിയും വൈകിട്ടുണ്ടെങ്കിൽ കുറേ വൈകും നമ്മൾ. അതങ്ങനെ ഒരു ചലഞ്ച് എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാണ് കേട്ടോ. ട്രാക്കിലേക്ക് വീഴും, നിങ്ങൾ പറയുന്ന പോലെ അങ്ങനെ മുടങ്ങാതെ വീഡിയോ ഇടാൻ പറ്റും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ഞാനും. വീട് അടിച്ചു വാരി തുടച്ചിട്ടിട്ടില്ല. അതിനേക്കാളും മുന്നേ നമുക്ക് ഡാൻസ് ക്ലാസ്സിൽ പോകേണ്ട ആവശ്യമുണ്ട്. അത് കാരണം ഡാൻസ് ക്ലാസ്സിൽ പോകാണ് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടനെ ഇവിടുന്ന് പിക്ക് ചെയ്ത് ശ്രീകുട്ടൻ്റെ കീബോർഡിൻ്റെ ക്ലാസ് ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഡാൻസ് ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പതുക്കെ പോയിട്ട് ഡ്രസ്സ് മാറട്ടെ കേട്ടോ. ഇന്ന് ഡ്രസ്സ് ഞാൻ ഇട്ടിട്ട് വരാം. പക്ഷെ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ലടാ, ഞാൻ ഈ ഒരു സമയം ഉണ്ടല്ലോ ഭയങ്കര ഹാപ്പിയാണ്. അതായത് തിങ്കളും ബുധനും വെള്ളിയും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വെള്ളിയാഴ്ച പ്രത്യേകിച്ച് RLV സാറിൻ്റെ മോഹിനിയാട്ടം ക്ലാസ്സാണ്, അടിപൊളിയാണ് കേട്ടോ. സാർ അടിപൊളിയായിട്ട് എടുത്തു തരും, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട്. ഞങ്ങൾ എന്താ പറയുക, ഒരു മാഷ് ഒരു ആശാൻ എന്നതിലുപരി ഒരു കൂട്ടുകാരനെ പോലെ സാറിന് ക്ലാസ് എടുത്തു തരുന്നുണ്ട്, സൂപ്പറാണ്. അത് കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളിയാഴ്ച ക്ലാസ്സിൽ പോകാൻ. പിന്നെ സൗമ്യ ടീച്ചറുണ്ട്, സനീഷ് മാഷ്, അങ്ങനെയൊക്കെ മനസ്സിലാക്കുന്ന ആത്മാർത്ഥമായിട്ട് പഠിപ്പിക്കുന്ന ഒരുപാട് ഗുരുക്കന്മാരൊക്കെ ഉണ്ട്
നീ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോഴൊക്കെയാണ് നമ്മൾ അറിയുന്നത്. ഭയങ്കര രസമായിട്ടാണ് കേട്ടോ തൃശ്ശൂർ എത്തി നമ്മളങ്ങനെ തൃശ്ശൂരിലൂടെ ഡാൻസ് ക്ലാസ്സിലത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ അവിടെ എത്തുമ്പോഴേക്കും ഭയങ്കര ഒരു പ്രത്യേക എനർജി സന്തോഷമാണെന്ന്. ആ ട്രാക്കിലൂടെ ഞാൻ അങ്ങോട്ട് പോയി അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നു. വരുന്ന വഴിക്ക് നമ്മുടെ എജുമാർട്ടിൽ കയറി ശ്രീകുട്ടന് കുറേ എന്താ പറയുക അവൻ്റെ പഠന സാമഗ്രികൾ മേടിക്കാനുണ്ടായിരുന്നു, അങ്ങനെ തന്നെയല്ലേ പറയാം. അതൊക്കെ മേടിച്ചു. കുറച്ച് നേരം അവിടെ കറങ്ങി തിരിഞ്ഞ് നടന്നു. നമുക്ക് കുറച്ച് എന്താ പറയുക പനീറും അതുപോലെ തന്നെ ഇവൻ്റെ കുറച്ച് യോഗട്ടും സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും എന്താ വളരെ വൈകിട്ടുണ്ടായിരുന്നു. വളരെ വൈകിയെന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമുക്ക് ഡെൽസി ആൻറ്റി വൈകുന്നേരത്തെ ഫുഡ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഡിന്നർ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്ന് ആൻറ്റിക്ക് അറിയാം. ആൻറ്റി ബിരിയാണി തിന്നാൻ വിളിച്ചു. നമുക്ക് അവിടം വരെ പോയാലോ? കുറേ ദിവസമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. നടന്നോ ആൻറ്റി ഇല്ലേ അവിടെ? ക്ലാസ്സിൽ പോകുന്ന കാരണം കൊണ്ട് എനിക്ക് മിസ്സാവുന്ന കുറച്ച് നിമിഷങ്ങളാണ് കേട്ടോ. എൻ്റെ ആൻറ്റിയുടെ ഒപ്പം ഇളയമ്മയുടെ ഒപ്പം ഒക്കെയുള്ള നിമിഷങ്ങൾ. അത് കാരണം കൊണ്ട് ഞാൻ എന്നും തിരക്കിലായ കാരണം കൊണ്ട് ആൻറ്റി ഇളയമ്മ ഇപ്പം എന്നെ തിരിഞ്ഞു നോക്കാറില്ല. അങ്ങനെയല്ല കേട്ടോടാ, ഞാൻ വന്നാൽ വീട്ടിലുണ്ടാവില്ല. അത് കാരണം കൊണ്ടാണ് നിങ്ങൾ അവരെ ഇപ്പോൾ വീഡിയോയിൽ കാണാത്തത്. പക്ഷേ ഇളയമ്മയും ആൻറ്റിയും എല്ലാവരും സുഖമായിട്ടിരിക്കണു. അപ്പോൾ ബിരിയാണി ആൻറ്റി എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം നീ ഒന്നും ഉണ്ടാക്കില്ല എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ടാണ് ആൻറ്റി അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അയൽപ്പാക്കാർ ഇങ്ങനെ ഉണ്ടാകുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലേ. പള്ളിയിലത്തെ പാച്ചോറ്, അതെ ശ്രീകുട്ടൻ മാത്രം ബിരിയാണി, ഡൽസെൻ്റെ വക. ഡൽസെൻ്റെ ഭയങ്കര പണിയില്ല, മേക്കപ്പ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ വരുന്നില്ല ഇയാള്. ആൻറ്റിയുടെ കയ്യിൽ നിന്ന് ബിരിയാണി മേടിച്ച് ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഡോറ ഡോറ ഡോറയുടെ പ്രയാണം ഭുജി വരുമ്പോൾ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ചെറിയൊരു തടവ് നിമിഷത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പഠന സമയം. പള്ളിയിൽ നിന്ന് നേരത്തെ ചോറൊക്കെ കഴിച്ച് ബിരിയാണി ആൻറ്റി കുറച്ച് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. നാളെ ശ്രീകുട്ടന് ചോറിലേക്ക് കൊടുത്തോ കേടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളതൊക്കെ മേടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ശ്രീകുട്ടന് ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആൾക്ക് പഠനത്തിൻ്റെ ആ ഒരു ഏരിയ മുകളിലാണ്, നമ്മുടെ സ്റ്റെയറിൻ്റെ മുകളിലാണ്. അവിടെ ഞാൻ സെറ്റാക്കിയിട്ടൊന്നുമില്ല. പിന്നെ അവിടെ തന്നെ അവ ഇരുന്ന് പഠിക്കൂല, ഞാൻ കൂടെ ചെല്ലണമല്ലോ. അപ്പോൾ എനിക്ക് ഇവിടെ ആകുമ്പോൾ എൻ്റെ അൽത്തുകുലത്ത് പണികളൊക്കെ കൂടെ നടക്കുകയും ചെയ്യും, ഇവൻ്റെ കൂടെ അതൊക്കെ പഠിക്കുകയും ചെയ്യാം എന്നുള്ളൊരിതിലാണ്. ശ്രീകുട്ടൻ ഞാനിങ്ങനെ അടുത്തിരുന്നാൽ മാത്രമാണ് കേട്ടോ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ട് പഠിക്കുള്ളൂ. അത് ഞാൻ അവനെ ട്രെയിൻ ചെയ്തെടുപ്പിച്ചെടുക്കാത്ത കാരണം കൊണ്ടാണ്, ഒറ്റയ്ക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കിഷ്ടമാണ് അവൻ്റെ കൂടെ അങ്ങനെ ഇരിക്കാനും അതുപോലെ തന്നെ വിശേഷങ്ങളൊക്കെ പറയാനും. ഞങ്ങൾക്ക് ഡാൻസ് ക്ലാസ്സിൽ പോയ വിശേഷങ്ങൾ എനിക്ക് പറയാനുണ്ടാവും. സ്കൂളിലേക്ക് കാലത്ത് അവന് 8 മണിക്ക് സ്കൂൾ തുടങ്ങും. അപ്പോൾ തൊട്ട് ഒരു 2:45 ആകുമ്പോൾ അവനെ വിടുന്നു തോന്നുന്നു. ആ സമയം വരെ അവൻ്റെ വിശേഷങ്ങളുണ്ട്. അതൊക്കെ 2:45 3 മണിയാവും ശ്രീകുട്ടനെ വിടുമ്പോൾ കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങൾ വരെ ഞങ്ങളിങ്ങനെ പറഞ്ഞ് പഠിച്ചും ഞങ്ങളിങ്ങനെ കിടന്നും ഇരുന്നും നടന്നും ഉറങ്ങിയും ഉണ്ടും ഞങ്ങളുടെ വൈകുന്നേരങ്ങൾ അങ്ങനെ കഴിച്ചു കൂട്ടും കേട്ടോ. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മളൊരു ട്രാക്കിലേക്ക് വരണേ ഉള്ളൂ. ഞാനും കൂടി അവൻ്റെ കൂടെ ക്ലാസ്സിൽ പോകുന്ന കാരണം കൊണ്ടാണ് കേട്ടോ എനിക്ക് ഈ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ വരുന്നത്. എല്ലാം നമ്മൾ അഡാപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ഞാനും ഒരു അഡാപ്ഷൻ സ്റ്റേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒക്കെ സെറ്റാവുമെന്ന് പ്രതീക്ഷിക്കാം, നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ ഒരു അവസരം ജീവിതത്തിൽ എനിക്ക് എപ്പോഴെങ്കിലും പറ്റിയതിൽ ദൈവത്തോട് ഒരുപാട് നന്ദി വീണ്ടും വീണ്ടും പറയുന്നു. അങ്ങനെ ഞങ്ങൾ പഠനമൊക്കെ കഴിഞ്ഞു. ബ്രഹ്മപുത്ര ആസാം കി പ്രസിദ്ധ നദി ഹേ. അങ്ങനെ ഇരിക്കലെയാണ് മഴ പെയ്തതിടാ. മഴ എന്ന് പറഞ്ഞാൽ പോരാ, ഗംഭീര മഴ. അപ്പോൾ ശ്രീകുട്ടനും ഞാനും മാത്രമേ ഉള്ളൂ. ഭാഗ്യം നടക്കാൻ പോയിക്കാണ് കേട്ടോ. വൈകുന്നേരം ഒരു മഴ പെയ്താൽ കിടന്നുറങ്ങാൻ എന്താ സുഖമല്ലേ എന്ന്. അങ്ങനെ മഴ അടിപൊളിയായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ബ്രൈഡൽ ബൊക്കെയും നമ്മുടെ ഹണി റോസും ഒക്കെ പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ഭാഗ്യൻ അങ്ങ് ദൂരെ നോക്കി നിങ്ങൾ കാണുന്നുണ്ടോയെന്ന്. വണ്ടി എവിടേക്കോ കൊണ്ടുവച്ചിട്ടൊരു ഗ്രൗണ്ടിലാണ് നടക്കുക. അപ്പോൾ ആ നടത്തമൊക്കെ കഴിഞ്ഞ് വണ്ടിയൊക്കെ മൂടിക്കെട്ടി അങ്ങനെ നമ്മുടെ ഒരു ദിവസത്തിൻ്റെ അവസാനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ പോയിപ്പോൾ ഞാൻ അടിച്ചു വാരി തുടച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ അങ്ങനെ കുറച്ച് അൽത്തുകുളത്ത് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ റിപ്പോർട്ടർ ചാനൽ വെച്ച് ശ്രീകുട്ടനും ഭാഗ്യനും ഇവിടെ ഒരു കിടപ്പുണ്ട്. കുഷിയനൊക്കെ താഴത്തെടുത്തിടും, എന്നിട്ട് ഒരു മെത്ത പോലെയാക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് അച്ഛനും മോനും കൂടി കിടക്കുക. അപ്പോഴാണ് അത്ര ഈ
ഫാനിൻ്റെ കാറ്റ് നേരെ ഇവരുടെ മുഖത്തേക്കും മേത്തേക്കും ഒക്കെ അടിക്കുള്ളൂ എന്ന്. അങ്ങനെ ഇവിടെയുള്ള സാധനങ്ങൾ, അലുത്തുകൊലത്ത് സാധനങ്ങൾ, വേണ്ടാത്തതും വേണ്ടതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ പറക്കി കൂട്ടി നമ്മൾ ഓരോ സ്ഥലത്ത് വെച്ച് അടിച്ച് വാരും. തുടക്കില്ല, വൈകുന്നേരം തുടക്കില്ല, നമ്മൾ പകലാണ് തുടക്കാറുള്ളത്. അപ്പോൾ നാളെ എനിക്ക് ക്ലാസ് ഇല്ലല്ലോ, 1.5 ഇടവിട്ടിട്ടില്ല, അപ്പോൾ ഞാൻ നാളെ തുടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ശ്രീകുട്ടൻ ടൈം ടേബിളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ബാഗിലേക്ക് എടുത്ത് വെച്ച് ആൾ പോയ ടിഫിനും സാധനങ്ങളൊക്കെ കഴുകി വെച്ചോളും. അങ്ങനെ നമ്മുടെ ഒരു ദിവസം അവസാനിക്കുകയാണ് കേട്ടോ. വളരെ മനോഹരമായ ദിവസങ്ങൾ ഇപ്പം ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിൽക്കാനും ഇരിക്കാനും എന്തിന് ഒന്നും മനസ്സമാധാനത്തോടെ കുളിക്കാൻ വരെ സമയമില്ലടാ. ഫൈനലി എൻ്റെ ഉപകരണങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ റൂമിലേക്ക് മടങ്ങുകയാണ്. ഇനി എഡിറ്റ് ചെയ്യാനുണ്ട്. ഇങ്ങനെയൊക്കെ പോകുന്നു ദിവസങ്ങളും സമയങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് വേറെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. സ്നേഹപൂർവ്വം, ശ്രീജ.